ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോൺഗ്രസിൻ്റെ മുൻഗാമികളെക്കുറിച്ചാണ്. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദേശീയ ബോധത്തിൻ്റെ വളർച്ചയുടെ ഫലമായി 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ അനേകം രാഷ്ട്രീയ സംഘടനകൾ ഇന്ത്യയിൽ രൂപം കൊണ്ടു. 1885 സ്ഥാപിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യ അഖിലേന്ത്യാ സംഘടന. എന്നാൽ കോൺഗ്രസ്സിന് ചില മുൻഗാമികൾ ഉണ്ടായിരുന്നു. 1837 രൂപീകരിക്കപ്പെട്ട ഭൂവുടമ സംഘമാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടന. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലെ ഭൂവുടമകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ സംഘടന രൂപീകരിച്ചത്. സ്ഥാപകൻ ദ്വാരകനാഥ് ടാഗോർ. സ്ഥലം കൽക്കത്ത. ഭൂവുടമ സംഘത്തിന് പുറമെ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി എന്നൊരു സംഘടനയും രൂപീകരിക്കപ്പെട്ടു. വില്യം ആഡം ആയിരുന്നു സ്ഥാപകൻ. ലണ്ടനിലായിരുന്നു ആസ്ഥാനം. 1851 ഈ രണ്ടു സംഘടനകളും തമ്മിൽ ലയിച്ച് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന പേരിൽ പുതിയൊരു സംഘടന നിലവിൽ വന്നു. അതിൻ്റെ സ്ഥാപകൻ ദേവേന്ദ്രനാഥ് ടാഗോർ. ആസ്ഥാനം കൽക്കത്ത. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, ബോംബെ അസോസിയേഷൻ തുടങ്ങിയ അസംഖ്യം സംഘടനകളും ക്ലബ്ബുകളും ഇക്കാലത്ത് രൂപീകരിക്കപ്പെടുകയുണ്ടായി. ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി ഇന്ത്യൻ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി 1866 ലണ്ടനിൽ വെച്ച് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു. ഇതിൻ്റെ ശാഖകൾ ഇന്ത്യയിലെ വൻ നഗരങ്ങളിലും സ്ഥാപിക്കപ്പെടുകയുണ്ടായി. ജസ്റ്റിസ് റാനയുടെ നേതൃത്വത്തിൽ 1870 രൂപം കൊണ്ട പൂന സാർവജനിക് സഭ പശ്ചിമേന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് സംഘടന നേതൃത്വം നൽകി. കോൺഗ്രസിന് മുൻപ് രൂപീകൃതമായ സംഘടനകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് സുരേന്ദ്രനാഥ് ബാനർജിയുടെയും അനന്തമോഹൻ ബോസിൻ്റെയും നേതൃത്വത്തിൽ 1876 സ്ഥാപിതമായ കൽക്കത്തയിലെ ഇന്ത്യൻ അസോസിയേഷൻ ആയിരുന്നു. ഒരു പൊതു രാഷ്ട്രീയ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനതയെ ഏകീകരിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ബംഗാളിലും പുറത്തും ഇന്ത്യൻ അസോസിയേഷന് ശാഖകളുണ്ടായിരുന്നു. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള പ്രായപരിധി 21 നിന്ന് 19 കുറച്ചപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ ആ പ്രശ്നം ഏറ്റെടുത്തു. ലണ്ടനിൽ വെച്ച് നടത്തിയിരുന്ന ഈ പരീക്ഷ ഇന്ത്യക്കാർക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. ഇന്ത്യൻ അസോസിയേഷൻ ഈ പ്രശ്നത്തിനെതിരെ ഒരു അഖിലേന്ത്യാ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഇന്ത്യൻ സിവിൽ സർവീസ് പ്രക്ഷോഭം എന്ന പേരിൽ ഇത് പ്രസിദ്ധമായി. കുടിയാന്മാരുടെയും തോട്ടം തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഈ സംഘടന നിലകൊണ്ടു. എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ തുടങ്ങിയവർ ചേർന്ന് 1884 രൂപീകരിച്ച മദ്രാസ് മഹാജനസഭ, 1885 KT തെലാങ്ക് സ്ഥാപിച്ച ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എന്നിവയാണ് ഇക്കാലത്ത് നിലവിൽ വന്ന മറ്റു സംഘടനകൾ. കോൺഗ്രസിൻ്റെ മുൻഗാമികളായ സംഘടനകൾക്കെല്ലാം ഒരു പ്രാദേശിക സ്വഭാവമുണ്ടായിരുന്നു. എങ്കിലും ദേശീയ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയ സംഘടനയുടെ രൂപീകരണത്തിന് അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ സംഘടനകൾക്കും സാധിച്ചു. താങ്ക് യു.